നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് കണ്ണൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, റെയിൽവേ ആരോഗ്യ വിഭാഗം, കേരള റെയിൽവേ പോലീസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ റെയിൽ മൈത്രി റെയിൽ ജാഗ്രതാ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ണൂർ ACP TK രത്നകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടുകാരെങ്കിലും റെയിൽവേയുടെ കാര്യം പറഞ്ഞാൽ റീസെൻ്റായിട്ട് 4-5 പേരിപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ അപകടത്തിൽപ്പെട്ട് മരിച്ചു എന്നാണ് പറയുന്നത്. ഒരാളുടെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല. റെയിൽവേയുടെ പോലീസിന്റെ അവസരോചിതമായ ഇടപെടൽ മൂലം ചിലരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നത്. രക്ഷിക്കപ്പെട്ട ആളുടെ പേരും എനിക്ക് ഓർമ്മയില്ല. നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മളത്ര ഒരു ഗൗരവമായിട്ട് നമ്മൾ കണക്കാക്കാറില്ല. എന്നാൽ ഒരു വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലോ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലോ ഒരാളെ കുത്തിക്കൊന്നാൽ അതിന് രക്തസാക്ഷി സുഖമായി ഉന്നതമായി യാത്രയായി വിലാപയാത്രയായി സർക്കാരായി ഒക്കെയായി. പക്ഷേ ഒന്നും അറിയാതെ വൈകുന്നേരം വീട്ടിലേക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോകാൻ ജോലിക്ക് കൂടിയുമായി പ്ലാറ്റ്ഫോമുകളിലും ട്രെയിനിലും അശ്രദ്ധ മൂലമുണ്ടാകുന്ന അപകടങ്ങളിൽ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. സിവിൽ ഡിഫൻസ് അംഗങ്ങൾ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. റെയിൽവേ സ്റ്റേഷൻ മാനേജർ S. അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. സിവിൽ ഡിഫൻസ് ഓഫീസർ P. ജോയ്, സബ് ഇൻസ്പെക്ടർ ഓഫ് RPF T. വിനോദ്, SI ഓഫ് പോലീസ് റെയിൽവേ പോലീസ് വിജേഷ് P., സ്റ്റേഷൻ ഓഫീസർ ഫയർ ആൻഡ് റെസ്ക്യൂ T. അജയൻ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഫയർ ആൻഡ് റെസ്ക്യൂ K. കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വീഴ്ച സംഭവിച്ച് വളരെ ദാരുണമായി മരണപ്പെടുകയും ചെയ്യുക എന്നത് നമുക്ക് എല്ലാവർക്കും സഹിക്കുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ തടയാം, ഇതിനെങ്ങനെ നമുക്ക് ഒരു പര്യവസാനം അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ കുറച്ചു കൊണ്ടുവരാം എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിനിടയിലാണ് നമ്മുടെ ഇവിടുത്തെ വിജയ് സാർ. പോസ്റ്റ് വാർഡൻ ഷൈമ K. നന്ദി പ്രകാശനവും നടത്തി. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.